സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ വൈറോളജിനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ പോലെയാണ് എടുത്തത്. വൈറസ് എന്താന്ന് നോക്കി, വൈറസിന്റെ സ്ട്രക്ചർ, അതിലുള്ള മോർഫോളജി, വൈറസിന്റെ സ്ട്രക്ചർ, മോർഫോളജി, പിന്നെ രണ്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വൈറസസ്, DNA വൈറസസ്, RNA വൈറസസ്, അവര് തമ്മിലുള്ള ഡിഫറൻസസ്, പിന്നെ അതുപോലെ അങ്ങനത്തെ കുറച്ച് ബ്രീഫ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. ഇന്ന് നമുക്ക് കൂടുതലായിട്ട് പഠിക്കാനുള്ളത് വൈറൽ ഡിസീസസിനെ കുറിച്ചാണ്. ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2 ഇൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ വിജ്ഞാപനം വന്നു കഴിഞ്ഞു. ഈ ഒരു പരീക്ഷയ്ക്ക് ഉയർന്ന റാങ്കാണോ നിങ്ങളുടെ ലക്ഷ്യം? എങ്കിൽ ഇതാ വിജയചരിത്രം ആവർത്തിക്കുവാനായി ടെക് PSC തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുകയാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും വിദഗ്ധരായ അധ്യാപകർ നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ, എക്സാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 3000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം ഫുൾ സിലബസ് ബേസ്ഡ് മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ് എന്നിവയടങ്ങിയ ഈ ഒരു ഫുൾ പാക്കേജ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതും വെറും 2999 എന്ന നിസ്സാരമായ പ്രൈസിലും. അപ്പോൾ ഇപ്പോൾ തന്നെ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്തോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. അപ്പം സിലബസിലെ കുറച്ച് ഇമ്പോർട്ടന്റ് വൈറൽ ഡിസീസസ് എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പം ഇമ്പോർട്ടന്റ് തോന്നിയത് കുറച്ച് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓരോ ഡിസീസസ് അത് ആരാണ് ഉണ്ടാക്കുന്നത്, അതിന്റെ കുറച്ച് സിംറ്റംസ്, പിന്നെ കുറച്ച് പ്രത്യേകതകൾ, പിന്നെ ചിലതിനൊക്കെ വാക്സിൻസ് ഉണ്ടാവും, പ്രത്യേകം വാക്സിൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്നിക്സ് ഒക്കെ ഉണ്ടാവും, അതും പിന്നെ ഡയഗ്നോസ്റ്റിക് ഫീച്ചേഴ്സ്, ഇതൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ ക്വസ്റ്റ്യൻസ് ഇവിടുന്ന് വളരെ ഡയറക്റ്റ് ആയിട്ട് വരുള്ളൂ. അപ്പം അതിനു മുന്നേ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്ത ടോപ്പിക്കിന്റെ കുറച്ച് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന മുന്നേ ക്ലാസ് നിർത്തേണ്ടി വന്നു. സോ ഫസ്റ്റ് ലെറ്റ്സ് go through the questions. So first question, which of the following is the primary method for growing viruses in laboratory? Option A, animal inoculation. Option B, embryonated eggs. Option C, tissue culture. Or option D, none of the above. So viral cultivation എന്ന ടോപ്പിക് നമ്മൾ കഴിഞ്ഞ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം the correct answer for this is option C, tissue culture. ഇപ്പൊ ടിഷ്യൂ കൾച്ചർ, ആനിമൽ കൾച്ചർ ഉണ്ട്, പിന്നെ എംബ്രിയോണേറ്റഡ് എഗ് കൾച്ചർ ഉണ്ട്. പക്ഷെ അതൊക്കെ ആദ്യം ഉണ്ടായിരുന്ന കുറച്ച് മെത്തേഡ്സ് ആണ്. ഇപ്പൊ ഏറ്റവും വൈഡ് സ്പ്രെഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ടിഷ്യൂ കൾച്ചർ ആണ്. അതിൽ സെൽ കൾച്ചറിങ് ആണ് ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, which cell type is commonly used in the production of viral vaccines such as rabies vaccine? റാബീസ് വാക്സിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏത് സെൽ ലൈൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ, വെറോ സെൽസ്. Option B, Hel A cells. Option C, monkey kidney cells. Or option D, human fibroblast. Okay. So the correct answer for this is option A, Vero cells. അപ്പം വെറോസെൽസ് എന്ന് പറയുന്നത് ആഫ്രിക്കൻ ഗ്രീൻ മങ്കി കിഡ്നി സെൽസ് എന്നാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. റാബീസ് വാക്സിൻ പിന്നെ വേറെ കുറച്ച് വൈറൽ വാക്സിൻസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു തരം സെൽ ലൈൻ ആണ് ഇത്. അപ്പൊ ഇതൊക്കെ സെൽ കൾച്ചറിങ് മെത്തേഡ്സിൽ വരുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following methods involves observing morphological changes in infected cells to identify a virus? Option A, cytopathic effect. Option B, heme adsorption. Option C, immunofluorescence. Or option D, metabolic inhibition. Okay. So the correct answer for this is option A, cytopathic effect. Cytopathic effect നമ്മുടെ മോർഫോളജിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്നത്, അതിൽ കുറെ എണ്ണം വരുന്നുണ്ടായിരുന്നു. ഹീം അഡ്സോർപ്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, വൈറൽ ഇൻഫെക്റ്റഡ് സെൽസിന്റെ ചുറ്റും, സർഫസിന് ചുറ്റും റെഡ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ എറിത്രോസൈറ്റ്സ് പറ്റിപ്പിടിക്കുന്നതിനാണ് ഹീം അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ഇമ്മ്യൂണോഫ്ലൂറസൻസ് എന്ന് പറയുന്നത് വൈറസ് ഇൻഫെക്റ്റഡ് സെൽസിനൊക്കെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക് ആണ്. പിന്നെ മെറ്റബോളിക് ഇൻഹിബിഷനും ഉണ്ട്. അത് നമ്മൾ സെൽ കൾച്ചർ മീഡിയത്തിൽ ഉണ്ടാവുന്ന കളർ ചേഞ്ച് അനുസരിച്ചാണ് മെറ്റബോളിക് ഇൻഹിബിഷൻ പഠിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, select a virus family with a pleomorphic structure and a lipoprotein envelope.
ഓപ്ഷൻ എ റാപ്റ്റോ വൈറിഡെ അല്ലെങ്കിൽ റാപ്റ്റോ വൈറസ്, ഓപ്ഷൻ ബി കൊറോണ വൈറസ്, ഓപ്ഷൻ സി റെട്രോ വൈറസ്, ഓർ ഓപ്ഷൻ ഡി കാൽസി വൈറസ്. ഇതിൽ ഏത് വൈറസ് ഫാമിലിക്കാണ് പ്ലിയോമോർഫിക് സ്ട്രക്ചർ ഉള്ളത്, അതായത് സ്ട്രക്ചർ അവരുടെ ഷേപ്പ് ഇങ്ങനെ മാറ്റി കളിക്കാൻ പറ്റുന്ന ഏതാണ് ചോദിച്ചിരിക്കുന്നത്. So the correct answer for this is option A, Rhabdoviridae or Rhabdovirus. An example ആണ് റാബീസ് വൈറസ് ഒക്കെ. ഇവർക്കൊരു പ്ലിയോമോർഫിക് സ്ട്രക്ചർ ആണ് ഉള്ളത്. സോ ദിസ് ഇസ് എസെൻഷ്യൽ, അവർക്ക് ഇൻഫെക്ഷൻ ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫീച്ചർ ആണിത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which virus is associated with the disease known as scrapie? Option A, prion, option B, hepatitis B, option C, influenza, or option D, rabies. ഇതിൽ ആരാണ് സ്ക്രാപ്പി എന്ന് പറഞ്ഞ ഡിസീസ് ഉണ്ടാക്കുന്നത്? The correct answer for this is option A, prion. prion എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു വൈറസിനെക്കാളും സിമ്പിൾ ആയിട്ടുള്ള ഒരു തരം ഇൻഫെക്ഷ്യസ് പാർട്ടിക്കിൾ ആണ് പ്രിയോൺ എന്ന് പറയുന്നത്. അവർക്ക് പ്രോട്ടീൻ മാത്രമേ ഉള്ളൂ. ദേ ആർ ഇൻഫെക്ഷ്യസ് പ്രോട്ടീൻസ്. അവര് ഷീപ്പും അതേപോലെ ബാക്കിയുള്ള ആനിമൽസിനൊക്കെ നെർവസ് സിസ്റ്റത്തിലാണ് എഫക്ട് ചെയ്യുന്നത്. സോ പ്രിയോൺ, ഒരു തരം പ്രിയോൺ ഉണ്ടാക്കുന്ന ഒരു ഡിസീസ് ആണ് സ്ക്രാപ്പി എന്ന് പറയുന്നത്. ഇത് ഇൻഫെക്ട് ആയി കഴിഞ്ഞാൽ ആ മൃഗങ്ങളിൽ ന്യൂറോളജിക്കൽ കണ്ടീഷൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യും. ഓക്കെ, സോ അത്രയേ ഉള്ളൂ ക്ലാസ്സിൽ പറഞ്ഞതിനെ കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് വൈറൽ ഇൻഫെക്ഷൻസ് നോക്കാം. അപ്പം വൈറൽ ഡിസീസസ് പറയുന്നതിന് മുന്നേ, മെയിൻ ആയിട്ടുള്ള വൈറൽ ഡിസീസസ് ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ വൈറൽ ഇൻഫെക്ഷൻ വരുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, അല്ലെ കുറച്ച് ഒരു അവയർനെസ് പോലെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്തെന്നേ ഉള്ളൂ. അപ്പൊ വൈറസ് ഹോസ്റ്റ്, ഫസ്റ്റ് വന്നിട്ട് വൈറൽ ഹോസ്റ്റ് ഇന്ററാക്ഷൻ. നമുക്കറിയാം നമ്മളൊരു വൈറസ് ഇൻഫെക്ട് ചെയ്യുന്ന വ്യക്തി അല്ലെങ്കിൽ ജീവിനെയാണ് നമ്മൾ ഹോസ്റ്റ് എന്ന് പറയും. കാരണം വൈറസിന് സ്വന്തമായിട്ട് പുറത്ത് ജീവിക്കാൻ പറ്റൂല. ഏതെങ്കിലും ഒരു ജീവനുള്ള ഒരു ലിവിങ് ഓർഗാനിസത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഹോസ്റ്റ് എന്ന് പറയുന്നത്. സോ ഇതൊരു തരം പാരസൈറ്റിക് ഇന്ററാക്ഷൻ ആണെന്ന് പറയാം. അപ്പം വൈറൽ ഹോസ്റ്റ് ഇന്ററാക്ഷൻ നമുക്ക് 3 ലെവൽസിൽ കാണാൻ പറ്റും. സെല്ലുലാർ ലെവൽ, ഇൻഡിവിജ്വൽ ലെവൽ ആൻഡ് കമ്മ്യൂണിറ്റി ലെവൽ. ഇവിടെ നമ്മൾ കമ്മ്യൂണിറ്റി ലെവലും ഇൻഡിവിജ്വൽ ലെവലും നോക്കുന്നില്ല, കാരണം അത് വളരെ കോമൺ ആണ്. കാരണം ഒരു ഇൻഡിവിജ്വൽ എന്തായാലും ഒരു വൈറൽ ഡിസീസ് ഇൻഫെക്ട് ചെയ്യും, അത് എന്നിട്ട് വേറൊരാളോട് പകരും. അതാണ് കമ്മ്യൂണിറ്റി ലെവൽ ഓഫ് ഇന്ററാക്ഷൻ. സെല്ലുലാർ ലെവൽ എന്ന് പറയുമ്പോൾ ഒരു സെല്ലില് എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നതാണ് നമ്മളിവിടെ നോക്കുന്നത്. സോ സെല്ലുലാർ ലെവൽ ഓഫ് ഇൻഫെക്ഷൻ, വൈറൽ ഇൻഫെക്ഷൻ നോക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള ഇഫക്റ്റുകൾ ഉണ്ടാവും. സൈറ്റോസൈഡൽ എഫക്ട്, സൈറ്റോലൈസിസ്, സെല്ലുലാർ പ്രോലിഫറേഷൻ, മാലിഗ്നന്റ് ട്രാൻസ്ഫോർമേഷൻ, പിന്നെ അതേപോലെ തന്നെ സ്റ്റഡി സ്റ്റേറ്റ് ഇൻഫെക്ഷൻ. സൈറ്റോസൈഡൽ ഇഫക്ട് എന്ന് പറയുമ്പോൾ ആ സെല്ലിനെ ഇല്ലാണ്ടാക്കാനുള്ള എഫക്റ്റ് ഒക്കെ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ പോളിയോ വൈറസ് ഒക്കെ ഇൻഫെക്ട് ചെയ്താൽ ആ സെല്ലിനെ നശിപ്പിക്കും. അത് തന്നെയാണ് സൈറ്റോലൈസിസ് എന്ന് നമ്മൾ അതിനെ തന്നെയാണ് പറയുന്നത്. സൈറ്റോലൈസിസ് എന്ന് പറയുമ്പോൾ ഒരു സെല്ലിനെ പൊട്ടിത്തെറിച്ച് അത് ഇല്ലാണ്ടാവുകയാണ്. ദെൻ സെല്ലുലാർ പ്രോലിഫറേഷൻ അല്ലെങ്കിൽ മാലിഗ്നന്റ് ട്രാൻസ്ഫോർമേഷൻ. ചില വൈറസുകളൊക്കെ ഇതൊരു വൈറസ് ആണെങ്കിൽ ഒരു നമ്മുടെ ഹോസ്റ്റ് സെല്ലിന് ഇൻഫെക്ട് ചെയ്താൽ നമ്മുടെ ന്യൂക്ലിയസിനുള്ളിൽ DNA ഉണ്ടാവും. ഈ DNAയിലോട്ട് വൈറസിന്റെ DNA പോയിട്ട് ആഡ് ആവും. അങ്ങനെ ആഡ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഹോസ്റ്റ് സെല്ലിനെ കൺട്രോൾ ചെയ്യുന്നത് പിന്നെ ഈ വൈറസ് ആയിരിക്കും, നമ്മുടെ കൺട്രോളിലായിരിക്കില്ല. അപ്പൊ ഈ സെല്ലിന് എന്താ സംഭവിക്കുക വെച്ചാൽ നോർമലി ഒരു ഹെൽത്തി ലിവിങ് സെല്ല് നോർമലായിട്ട് സെല്ല് ഡിവൈഡ് ചെയ്യും. ഒരു സെല്ല് 2 എണ്ണമായി മാറും, പിന്നെ അത് വീണ്ടും 2 എണ്ണാവും. അതിനൊരു സമയമുണ്ട്. 24 മണിക്കൂർ എടുത്തിട്ടാണ് ഒരു സെല്ല് ഡിവൈഡ് ചെയ്യുന്നത് മനുഷ്യരിൽ. പക്ഷെ വൈറസ് ഇൻഫെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെല്ല് വല്ലാണ്ട് പെട്ടെന്ന് ഡിവൈഡ് ചെയ്യും. അപ്പം ഇങ്ങനെ പെട്ടെന്ന് ഡിവൈഡ് ചെയ്യുന്നതിനാണ് നമ്മൾ സെല്ലുലാർ പ്രൊലിഫറേഷൻ എന്ന് പറയുന്നത്. അപ്പം അത് ചിലപ്പം ക്യാൻസറിലോട്ടൊക്കെ എത്തിക്കാം. കാരണം ക്യാൻസർ എന്ന് പറഞ്ഞാൽ സെല്ല് ഇങ്ങനെ കൺട്രോൾ ഇല്ലാണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് നമ്മൾ ക്യാൻസർ എന്ന് പറയുന്നു. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന വൈറസുകളെ വിളിക്കുന്ന പേരാണ് ഓങ്കോജനിക് വൈറസ്. ഓങ്കോജനിക് എന്ന് പറഞ്ഞാൽ ഇവിടെ ഓങ്കോ മീൻസ് ക്യാൻസർ. സോ ക്യാൻസർ കോസിംഗ് ആയിട്ടുള്ള വൈറസുകളൊക്കെ ഉണ്ട്. അതിനൊരു എക്സാമ്പിൾ ആണ് മൊളസ്കം കണ്ടേജിയോസ്. പിന്നെ ചില വൈറസുകൾ ഇൻഫെക്ട് ചെയ്താൽ കുറെ കാലത്തേക്ക് നമ്മുടെ ഹോസ്റ്റിന്റെ സെല്ലിൽ ഒരു പ്രശ്നം ഉണ്ടാവൂല. അപ്പം അതിനാണ് സ്റ്റഡി സ്റ്റേറ്റ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഇൻഫെക്ട് ചെയ്യും, പക്ഷെ ആ ഇൻഫെക്ട് ചെയ്ത സെല്ലില് അല്ലെങ്കിൽ ബാക്കിയുള്ള സെല്ലിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും
വരുന്നില്ല. കുറെ കഴിഞ്ഞിട്ടായിരിക്കും എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുള്ളൂ. അപ്പം എന്തൊക്കെയായിരിക്കും ഒരു വൈറസ് നമ്മുടെ സെല്ലിനെ ഇൻഫെക്ട് ചെയ്താല് വൈറൽ ഇൻഫെക്ഷൻ കാരണം കോംപ്ലിക്കേഷൻസ് വരാനുള്ള കാരണം? വാട്ട് ആർ ദി കോസസ് ഓഫ് സെല്ലുലാർ ഇഞ്ചറി? അപ്പം അതിലൊന്നാമത്തെയാണ് വൈറൽ പ്രോട്ടീൻസ്. നമുക്കറിയാം വൈറസിന്റെ DNA അല്ലെങ്കിൽ RNA ജനറ്റിക് മെറ്റീരിയൽ ആണല്ലോ. ഇത് നമ്മുടെ ഹോസ്റ്റ് സെല്ലില് എല്ലാം ന്യൂക്ലിയസിൽ പോയി ആഡ് ആവും. അപ്പം അതിനുശേഷം ഹോസ്റ്റ് സെല്ല് പിന്നെ നമുക്ക് വേണ്ടിയുള്ള പ്രോട്ടീൻസ് അല്ല ഉണ്ടാക്കുക, പകരം വൈറസിന് വേണ്ടിയിട്ടുള്ള വൈറൽ പ്രോട്ടീൻസ് ആണ് ഉണ്ടാക്കുക. അപ്പം ഈ വൈറൽ പ്രോട്ടീൻസ് എന്തെന്ന് വെച്ചാൽ ഹോസ്റ്റ് സെല്ലിനെ അല്ലെങ്കിൽ ഹോസ്റ്റ് പ്രോട്ടീൻ സിന്തസിസിനെ മൊത്തത്തിൽ ഷട്ട് ഡൗൺ ചെയ്യും. പിന്നെ ഈ ഹോസ്റ്റിൽ നമ്മുടെ കൺട്രോളിലല്ല, ഹോസ്റ്റ് സെല്ല് വൈറസിന് ആവശ്യമുള്ള സാധനങ്ങളാണ് ഉണ്ടാക്കുക. നമുക്ക് വേണ്ടിയുള്ള സാധനങ്ങളൊന്നും ഉണ്ടാക്കുക, നമുക്ക് വേണ്ടിയിട്ടുള്ള DNA പ്രോട്ടീൻസോ ഒന്നും ഉണ്ടാക്കൂല. അപ്പം അങ്ങനെ വരുമ്പം ആ സെല്ല് ഇല്ലാണ്ടായി പോകും, സെല്ലുലാർ ഇഞ്ചുറി വരും. പിന്നെ അതേപോലെ തന്നെ വേറെയും കുറെ മോളിക്യൂൾസ് ഉണ്ട്, കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡ്സ് ഒക്കെ വൈറസിന് വേണ്ടിയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ ഉണ്ടാക്കും. അപ്പം ഈ വൈറൽ പ്രോട്ടീൻസും വൈറൽ കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ ഹോസ്റ്റ് സെല്ലിന്റെ ഉള്ളിൽ ഇങ്ങനെ അടിഞ്ഞുകൂടും അല്ലെങ്കിൽ അക്യുമുലേറ്റ് ചെയ്യും. അപ്പം അത് കാരണം സെല്ലിന് പല മാറ്റങ്ങളും വന്നേക്കാം. പിന്നെ മൂന്നാമതാണ് പ്ലാസ്മ മെംബ്രെയിൻ പെർമിബിലിറ്റി. ഒരു നോർമൽ ഹെൽത്തി ലിവിങ് സെല്ലിന് ചുറ്റും ഒരു പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ടായിരിക്കും. ഈ പ്ലാസ്മ മെംബ്രെയിൻ അല്ലെങ്കിൽ സെൽ മെംബ്രെയിൻ ആണ് തീരുമാനിക്കുന്നത് സെല്ലിന്റെ ഉള്ളിൽ നിന്ന് എന്തൊക്കെ പുറത്തോട്ട് പോകണം, അതേപോലെ സെല്ലിന്റെ ഉള്ളിലോട്ട് എന്തൊക്കെ വരണം. പക്ഷെ ഒരു വൈറസ് ഇൻഫെക്ട് ചെയ്ത് കഴിഞ്ഞാല് അപ്പം ഈ ഒരു ഫീച്ചർ കഴിവിനാണ് നമ്മൾ പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. അതായത് എന്തൊക്കെ ഉള്ളിലോട്ട് വരണം, എന്തൊക്കെ പുറത്തോട്ട് പോകണം എന്നൊക്കെ കൺട്രോൾ ചെയ്യുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ. അപ്പൊ അതിനാണ് നമ്മൾ പെർമിയബിലിറ്റി എന്ന് വിളിക്കുന്നത്. പക്ഷെ ഒരു വൈറസ് ഇൻഫെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ മെംബ്രെയിൻ പെർമിയബിലിറ്റി മാറും. അപ്പൊ ചിലപ്പോ സെല്ലിന്റെ ഉള്ളിൽ നിന്ന് കുറെ സെല്ലിന് ആവശ്യമില്ല പല സാധനങ്ങളും എൻസൈംസും പ്രോട്ടീൻസും ഒക്കെ മൊത്തം പുറത്തോട്ട് പോകും. സോ ഇത് കാരണം സെല്ല് മൊത്തത്തിൽ നശിച്ചു പോകും. ഇതിനാണ് നമ്മൾ ഓട്ടോലൈസിസ് എന്ന് പറയുന്നത്. സെല്ലിന്റെ ഉള്ളിലത്തെ എൻസൈംസിനൊക്കെ പുറത്തോട്ട് റിലീസ് ചെയ്യും, സെല്ല് നശിക്കും. ദിസ് ഇസ് നോൺ ആസ് ഓട്ടോലൈസിസ്. അത് മാത്രമല്ല സെൽ മെംബ്രെയിനിൽ പല ഓൾട്ടറേഷൻസ് വരും, അതിന്റെ സ്ട്രക്ചറിലൊക്കെ എന്തെങ്കിലും മാറ്റങ്ങൾ വരും. ഫോർ എക്സാമ്പിൾ റെസ്പിറേറ്ററി സിൻസീഷ്യൽ വൈറസ് കോസസ് പോളികാരിയോസൈറ്റോസിസ് അല്ലെ ഓർ സിൻസീഷ്യം ഫോർമേഷൻ. സിൻസീഷ്യം എന്ന് വെച്ചാൽ ഒരു സെല്ലിന്റെ ഉള്ളിൽ കുറെ ന്യൂക്ലിയസുകൾ ഉണ്ടാവും. നോർമൽ ആയിട്ട് നമുക്കൊക്കെ ഒരു സെല്ലിന്റെ ഉള്ളിൽ ഒരു ന്യൂക്ലിയസ് ഉണ്ടാവുള്ളൂ. പക്ഷെ റെസ്പിറേറ്ററി സിൻസീഷ്യൽ വൈറസ് ഒരു സെല്ലിൽ ഇൻഫെക്ട് ചെയ്താൽ എന്താ സംഭവിക്കുക വെച്ചാൽ അടുത്തടുത്തുള്ള കുറെ സെല്ലുകൾ വന്ന് കൂടിച്ചേർന്നിട്ട് ഇപ്പോ അവസാനം അവരെല്ലാരും കൂടെ ഒരൊറ്റ സെല്ലായി മാറും. ഈ സെല്ലിന്റെ ഉള്ളിൽ കുറെ ന്യൂക്ലിയസുകൾ ഉണ്ടാവും. ഇതിനാണ് നമ്മൾ സിൻസീഷ്യം എന്ന് വിളിക്കുന്നത്. സോ സിൻസീഷ്യം ഫോർമേഷൻ ഇസ് കോസ്ഡ് ബൈ റെസ്പിറേറ്ററി. അതേപോലെ വേറൊരെണ്ണാണ് ഹീം അഡ്സോർപ്ഷൻ. അത് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വൈറസ് ഇൻഫ്ലുവൻസ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ വൈറസ് ഒരു സെല്ലിന് ഇൻഫെക്ട് ചെയ്താൽ സെല്ലിന് ചുറ്റും RBCs അല്ലെങ്കിൽ എറിത്രോസൈറ്റ്സ് വന്ന് അടിഞ്ഞുകൂടും. ഇതിനാണ് നമ്മൾ ഹീം അഡ്സോർപ്ഷൻ എന്ന് വിളിക്കുന്നത്. മാത്രമല്ല വേറെ കുറച്ച് വൈറസ്, അതായത് മീസൽസ്, മംസ്, അഡിനോ വൈറസ്, സൈറ്റോമെഗലോ വൈറസ്, വാരിസെല്ല വൈറസ്, ഇവയൊക്കെ നമ്മുടെ ക്രോമോസോംസിനും ഡാമേജ് ഉണ്ടാക്കും. ക്രോമോസോംസിനാണ് DNA കാണുന്നത് ന്യൂക്ലിയസിനുള്ളിൽ. സോ ക്രോമോസോമൽ ഡാമേജ് ഉണ്ടാക്കാം. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഒരു ഹോസ്റ്റ് സെല്ലിന് ഇഞ്ചുറീസ് അല്ലെങ്കിൽ ഹോസ്റ്റ് സെല്ല് നശിക്കുന്നത്. വേറെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഇൻക്ലൂഷൻ ബോഡീസ്. അപ്പൊ നമ്മളിപ്പം സെല്ലിന്റെ ഉള്ളിൽ വൈറസ് പ്രോട്ടീൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ സെൽ മെംബ്രെയിന് ഓൾട്ടറേഷൻസ് സംഭവിക്കാം, സെൽ മെംബ്രെയിന്റെ പെർമിബിലിറ്റി എന്തെങ്കിലും മാറ്റങ്ങൾ വരാം. ഇതൊക്കെ ഒരു വൈറസ് ഇൻഫെക്ഷൻ കാരണം ഉണ്ടാവുന്ന മാറ്റങ്ങളാണ്. ഇത് കൂടാണ്ട് വേറെയും ഒരു ചേഞ്ച് ആണ് ഇൻക്ലൂഷൻ ബോഡീസ്. അതായത് വൈറസ് നമ്മുടെ ഹോസ്റ്റിൽ ഇൻഫെക്ട് ചെയ്യുമ്പോൾ ഇൻഫെക്ഷൻ കാരണം സെല്ലിന്റെ ഉള്ളിൽ പുതിയതായിട്ട് കുറച്ച് സാധനങ്ങൾ രൂപപ്പെടും. ഇതിനാണ് നമ്മൾ ഇൻക്ലൂഷൻ ബോഡീസ് എന്ന് വിളിക്കുന്നത്. ഇപ്പൊ ഇൻക്ലൂഷൻ ബോഡീസ് നോർമൽ ഹെൽത്തി സെൽസിൽ കാണൂല. വൈറസ് ഇൻഫെക്ഷൻ കാരണം വരുന്ന സ്ട്രക്ചേഴ്സ് ആണ് ഇൻക്ലൂഷൻ ബോഡീസ്. അപ്പം ഓരോ വൈറസുകളും പ്രത്യേക ഇൻക്ലൂഷൻ ബോഡീസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പം ഫോർ എക്സാമ്പിൾ പോക്സ് വൈറസ് സൈറ്റോപ്ലാസത്തിലാണ് ഉണ്ടാക്കുക. ദെൻ ഹോപ്സ് വൈറസ് ക്രിയേറ്റ്സ് ഇൻക്ലൂഷൻ ബോഡീസ് ഇൻ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ് ഹോപ്സ് വൈറസ് ഇൻക്ലൂഷൻ ബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുക. മീസൽസ് വൈറസ് രണ്ടിടത്തും ഉണ്ടാക്കും, സൈറ്റോപ്ലാസത്തിലും പ്രൊഡ്യൂസ് ചെയ്യും, അതേപോലെ തന്നെ ന്യൂക്ലിയസിനുള്ളിലും ഇൻക്ലൂഷൻ ബോഡീസ് ഉണ്ടാക്കും.
അപ്പൊ പൊതുവെ ഇവയൊക്കെ കാണണമെങ്കിൽ ഇൻക്ലൂഷൻ ബോഡീസ് നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ കാണണമെങ്കിൽ നമ്മൾ അസിഡോഫിലിക് ആയിട്ടുള്ള സ്റ്റെയിൻസ് ആണ് യൂസ് ചെയ്യുക. ജീംസ സ്റ്റെയിൻ അല്ലെങ്കിൽ ഇയോസിൻ, മെത്തിലിൻ, ബ്ലൂ സ്റ്റെയിൻ ഒക്കെയാണ് യൂസ് ചെയ്യുക. പക്ഷെ അഡിനോവൈറസ് ഉണ്ടാക്കുന്ന ഇൻക്ലൂഷൻ ബോഡീസ് ബേസോഫിലിക് ആണ്, അതായത് ബേസിക് സ്റ്റെയിൻസ് ആണ് ഉണ്ടാക്കുക. അപ്പം ഇതെന്ന് പറഞ്ഞില്ല, ഇൻക്ലൂഷൻ ബോഡീസ് നമ്മൾ ഇനി കൊടുത്തിരിക്കുന്ന 4 ഇൻക്ലൂഷൻ ബോഡീസ് ആർ വെരി ഇമ്പോർട്ടന്റ്. നേരത്തെ പറഞ്ഞു ഓരോ വൈറസുകളും അല്ലെങ്കിൽ ചില വൈറസുകൾക്ക് പ്രത്യേകം ഇൻക്ലൂഷൻ ബോഡീസ് ഉണ്ട്. അപ്പം അത് അതിൽ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻക്ലൂഷൻ ബോഡീസ് ആണ് ഈ താഴെ കൊടുത്ത 4 എണ്ണം. നെഗ്രി ബോഡീസ്, ഗോണിയറി ബോഡീസ്, ബൊളിഞ്ചർ ബോഡീസ് ആൻഡ് മൊളിസ്കം ബോഡീസ്. സോ നെഗ്രി ബോഡീസ് അവര് റാബീസ് വൈറസ് ഇൻഫെക്ഷൻ കാരണമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നെഗ്രി ബോഡീസ് ബ്രെയിൻ സെൽസിലാണ് ഉണ്ടാവുക, പ്രൊഡ്യൂസ് ചെയ്യുക. ദിസ് ഇസ് കോസ്ഡ് ബൈ റാബീസ് ഇൻഫെക്ഷൻ ഇൻ ബ്രെയിൻ സെൽസ്. ദെൻ ഗോണിയറി ബോഡീസ് they are found in vaccinia infected cells. Vaccinia virus infected സെൽസിലാണ് ഗോണിയറി ബോഡീസ് കാണുന്നത്. ബൊളിഞ്ചർ ബോഡീസ് are found in foulpox infected cells and molluscum bodies are found in molluscum contagiosum infected cells. molluscum contagiosum എന്ന് പറഞ്ഞ വൈറസ് ഉണ്ടാക്കുന്ന ഇൻക്ലൂഷൻ ബോഡീസ് ആണ് molluscum bodies. So 4 major inclusion bodies: Negri bodies, Guarnieri bodies, Bollinger bodies and molluscum bodies. Negri bodies are produced by rabies, Guarnieri bodies by vaccinia, Bollinger bodies by foulpox, molluscum bodies by molluscum contagiosum. Okay. So ഒരു വൈറസ് ഹോസ്റ്റ് സെല്ലിൽ ഇൻഫെക്ട് ചെയ്തു, ഹോസ്റ്റ് സെല്ലിൽ പലതരം മാറ്റങ്ങൾ ഉണ്ടാക്കി. പക്ഷെ ഇങ്ങനെയൊക്കെ ഒരു ഇൻഫെക്ഷൻ നടക്കുമ്പോൾ നമ്മുടെ സെല്ലുകൾ അല്ല നമ്മുടെ ബോഡി വെറുതെ ഇരിക്കില്ല. ഈ വൈറസിനെ എങ്ങനെയെങ്കിലും ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അപ്പം ആ ഒരു ശ്രമത്തിനാണ് നമ്മൾ ഇമ്മ്യൂണോളജിക്കൽ റെസ്പോൺസ് എന്ന് പറയുന്നത്. നമ്മുടെ ബോഡീനെ പ്രൊട്ടക്ട് ചെയ്യുന്ന, പുറത്തുനിന്ന് വരുന്ന ഇൻഫെക്ഷൻസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്ന നമ്മുടെ സിസ്റ്റമാണ് ഇമ്മ്യൂൺ സിസ്റ്റം. അപ്പം ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ടാക്കുന്ന ഒരു റെസ്പോൺസിനാണ് നമ്മൾ ഇമ്മ്യൂണോളജിക്കൽ റെസ്പോൺസ് എന്ന് വിളിക്കുന്നത്. ഈ ഒരു ഇമ്മ്യൂണോളജിക്കൽ റെസ്പോൺസിൽ പലതരത്തിലുള്ള റെസ്പോൺസുകൾ വരുന്നുണ്ട്. അപ്പൊ ഞാൻ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2-3 കൊടുത്തിട്ടുള്ളൂ. ആദ്യത്തെയാണ് ഹ്യൂമോറൽ റെസ്പോൺസ്. ഹ്യൂമോറൽ റെസ്പോൺസ് എന്ന് പറയുമ്പോൾ ഇവിടെ വൈറസ് ഇൻഫെക്ഷനെതിരെ നമ്മൾ ആന്റിബോഡീസ്, നമ്മുടെ ശരീരത്തിലുള്ള സെൽസ് ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും. ആന്റിബോഡീസ് ഏത് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഉണ്ടാക്കുന്നത്? ബി സെൽസ് അല്ലെങ്കിൽ ബി ലിംഫോസൈറ്റ്സ് ആണ് ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ആന്റിബോഡീസ് പോയിട്ട് വൈറസിൽ ബൈൻഡ് ചെയ്യും, എന്നിട്ട് വൈറസിനെ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കും. അപ്പം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 ആന്റിബോഡീസ് ആണ് IgG, IgM ആൻഡ് IgA. IG എന്ന് പറയുമ്പോൾ ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്നതിന്റെ ഷോർട്ട് ഫോം ആണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ. ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് വെച്ചാൽ ആന്റിബോഡീസിന്റെ വേറൊരു വാക്കാണ്. സോ ഇമ്മ്യൂണോഗ്ലോബുലിൻ ഓർ ആന്റിബോഡി. അപ്പം അതിൽ മെയിൻ ആയിട്ടുള്ള 3 IgG ആൻഡ് IgM. അത് ബ്ലഡിലും ടിഷ്യൂസിലാണ് കാണാം. പിന്നെ ഇമ്മ്യൂണോഗ്ലോബുലിൻ A ഓർ IgA മ്യൂക്കോസൽ സർഫസസ്, അതായത് നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനൊക്കെ ഔട്ടർ ലെയർ, നോസ്ട്രിൽ, മൗത്തിന്റെ ഇതൊക്കെ സർഫസ് ആണ് മ്യൂക്കോസൽ സർഫസ് എന്ന് വിളിക്കുന്നത്. അപ്പം എങ്ങനെയാണ് ഈ ആന്റിബോഡീസ് അല്ലെങ്കിൽ ഇമ്മ്യൂണോഗ്ലോബുലിൻസ് പ്രവർത്തിക്കുന്നത് നോക്കാം. സോ ജസ്റ്റ് ആ പേരുകൾ എങ്ങനെയാണ് ജസ്റ്റ് കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ചില ആന്റിബോഡീസ് നമ്മുടെ സെല്ലുമായിട്ട് വൈറസ് സെല്ലുമായിട്ട് ബൈൻഡ് ചെയ്യുന്ന സ്ട്രക്ചറിനാണ് സെൽ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. സോ ഇതൊരു സെല്ലാണെങ്കിൽ സെല്ലിന്റെ പുറത്ത് ഒരു റിസപ്റ്റർ ഉണ്ടായിരിക്കും. ഇതിലോട്ട് പോയിട്ടാണ് നമ്മുടെ വൈറസ് ബൈൻഡ് ചെയ്യുക. അപ്പൊ ഇങ്ങനെ ബൈൻഡ് ചെയ്യുന്നത് ആന്റിബോഡീസ് തടയും. അപ്പം വൈറസിൽ ഇൻഫെക്ട് ചെയ്യാൻ പറ്റൂല. പിന്നെ ചില ആന്റിബോഡീസ് വൈറസിൽ പോയിട്ട് ബൈൻഡ് ചെയ്യും, അപ്പൊ വൈറസ് ഡീഗ്രേഡ് ചെയ്യും, വൈറസ് ഇല്ലാണ്ടാവും. പിന്നെ ചില ആന്റിബോഡീസ് എന്താ വെച്ചാൽ ഒരു വൈറസ് ഒരു സെല്ലിൽ ഇൻഫെക്ട് ചെയ്താൽ അതിൻ്റെ ഉള്ളിൽ കുറെ വൈറസുകൾ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം ഇത് വേറെ സെൽസിനെ ഇൻഫെക്ട് ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യും. സോ ഇറ്റ് ബ്ലോക്സ് ദി റിലീസ് ഓഫ് പ്രോജനി വൈറസ് ഫ്രം ഇൻഫെക്റ്റഡ് സെൽസ്. ഇൻഫെക്റ്റഡ് സെൽസിൽ നിന്ന് മറ്റ് സെൽസിനെ ഇൻഫെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വൈറസ് പുറത്തോട്ട് പോകുന്ന ആ റിലീസിന് അത് ആന്റിബോഡീസ് തടയും. ദെൻ സൈറ്റോലൈസിസ് ഓഫ് ഇൻഫെക്റ്റഡ് സെൽസ്. ഇങ്ങനെ ഇൻഫെക്ട് ആയ സെൽസിനെ തന്നെ നമ്മുടെ ആന്റിബോഡീസ് കിൽ ചെയ്യും. സോ ദാറ്റ് ഇസ് നോൺ ആസ് സൈറ്റോലൈസിസ്. രണ്ടാമത്തെ ഒരു തരം ഇമ്മ്യൂൺ റെസ്പോൺസ് ആണ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി. സോ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി കൊടുക്കുന്നത് ടി സെൽസ് അല്ലെങ്കിൽ ടി ലിംഫോസൈറ്റ്സ് ആണ്. സോ ടി ലിംഫോസൈറ്റ്സ് പ്രൊഡ്യൂസ്
സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസ്, പിന്നെ ബി സെൽസ് അല്ലെങ്കിൽ ബി ലിംഫോസൈറ്റ്സ്. ബി ലിംഫോസൈറ്റ്സ് ഹ്യൂമോറൽ ഇമ്മ്യൂൺ റെസ്പോൺസ് ആണ് തരുന്നത്. ഈ ബി ലിംഫോസൈറ്റ്സും ടി ലിംഫോസൈറ്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് WBC ഓർ വൈറ്റ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ ല്യൂക്കോസൈറ്റ്സ് എന്നൊക്കെ. ഇതൊക്കെ ബേസിക് ആയ കാര്യങ്ങളാണ്, ചിലപ്പോൾ ഇതൊക്കെ ചോദിച്ചേക്കും. അപ്പം ഇവയും നമ്മുടെ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയും ഇതേപോലെ വൈറൽ ഇൻഫെക്ഷനിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ടിങ് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പൊ ഇവര് വൈറസ് ഇൻഫെക്റ്റഡ് സെൽസിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. മൂന്നാമത്തെ ഒരെണ്ണമാണ് ഇന്റർഫെറോൺസ്. സോ ഇന്റർഫെറോൺസ് ദീസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ വൈറസ് ഇൻഫെക്റ്റഡ് സെൽസ് ആണ്. നേരത്തെ പറഞ്ഞ രണ്ട് റെസ്പോൺസും സെൽ മീഡിയേറ്റഡ് റെസ്പോൺസും ഹ്യൂമോറൽ റെസ്പോൺസും ഇത് ഉണ്ടാക്കുന്നത് വേറെ സെല്ലുകളാണ്. ഹ്യൂമോറൽ റെസ്പോൺസ് ബി ലിംഫോസൈറ്റ്സ് ആണ്, സെൽ മീഡിയേറ്റഡ് റെസ്പോൺസ് ടി ലിംഫോസൈറ്റ്സ് ആണ്. പക്ഷെ ഇന്റർഫെറോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വൈറസ് ഇൻഫെക്ട് ചെയ്തിട്ടുള്ള സെല്ലുകൾ തന്നെയാണ് ഇന്റർഫെറോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു ഹോസ്റ്റലിന്റെ ഉള്ളിൽ ഒരു വൈറസ് ഉണ്ട്. ഈ വൈറസ് ഇൻഫെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹോസ്റ്റലിൽ എന്തെന്ന് വെച്ചാൽ അവർ ഇന്റർഫെറോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഇന്റർഫെറോൺസ് ചുറ്റുമുള്ള സെല്ലുകൾക്ക് മെസ്സേജ് കൊടുക്കും. അതായത് എനിക്ക് വൈറസ് ഇൻഫെക്ഷൻ വന്നു, നിങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോളൂ. ഇങ്ങനത്തെ ഒരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള മോളിക്യൂൾസ് ആണ് ഇന്റർഫെറോൺസ്. So interferons are host-coded proteins produced in response to viral or non-viral infections. അവർ വൈറസിന് ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്നില്ല, അവർക്ക് വൈറസിന് ഇല്ലാണ്ടാക്കാൻ പറ്റൂല. അവർ ബാക്കിയുള്ള നെയ്ബറിംഗ് സെൽസിന് റെസിസ്റ്റൻസ് കൊടുക്കാൻ വേണ്ടിയാണ് സഹായിക്കുന്നത്. അപ്പം ഓരോ ഇന്റർഫെറോൺസ് സ്പീഷീസ് സ്പെസിഫിക് ആണ്. അതായത് ഹ്യൂമൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇന്റർഫെറോൺസിന് ഹ്യൂമൻസിന്റെ സെൽസിനെ മാത്രമേ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇന്റർഫെറോൺസിൽ പ്രധാനമായിട്ട് 3 തരം ഇന്റർഫെറോൺസ് ആണ് വരുന്നത്: ആൽഫ ഇന്റർഫെറോൺസ്, ബീറ്റ ഇന്റർഫെറോൺസ് ആൻഡ് ഗാമ ഇന്റർഫെറോൺസ്. സോ ആൽഫ ഇന്റർഫെറോൺസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ല്യൂക്കോസൈറ്റ്സ്, WBC. ചിലപ്പോൾ WBC-നൊക്കെ വൈറസ് ഇൻഫെക്ട് ചെയ്യാം. Then beta interferons are produced by fibroblasts and epithelial cells. Gamma interferons are produced by T lymphocytes. So 3 types of interferons: alpha interferon, beta interferon and gamma interferon. ഏത് സെല്ലുകളാണ് ഈ ഇന്റർഫെറോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നും കൂടി ഓർത്തു വെക്കുക. ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2 ഇൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ വിജ്ഞാപനം വന്നു കഴിഞ്ഞു. ഈ ഒരു പരീക്ഷയ്ക്ക് ഉയർന്ന റാങ്കാണോ നിങ്ങളുടെ ലക്ഷ്യം? എങ്കിൽ ഇതാ വിജയചരിത്രം ആവർത്തിക്കുവാനായി ടെക് PSC തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുകയാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും വിദഗ്ധരായ അധ്യാപകർ നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ, എക്സാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 3000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം ഫുൾ സിലബസ് ബേസ്ഡ് മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ് എന്നിവയടങ്ങിയ ഈ ഒരു ഫുൾ പാക്കേജ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതും വെറും 2999 എന്ന നിസ്സാരമായ പ്രൈസിലും. അപ്പോൾ ഇപ്പോൾ തന്നെ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്തോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.